ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് ഇങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള അലോവേര ജെല്ല്, അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസോ പൾപ്പൊന്നും എടുത്തിട്ടല്ല, ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ക്ലിയർ അലോവേര ജെല്ല് കിട്ടുള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യണം. ജ്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൾപ്പൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലൗഡി ഫിനിഷ് ആയിരിക്കും വരുന്നത്, ഒരു തിക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അലോവേര ജ്യൂസ് വെച്ചിട്ടുള്ള എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്ട്രാക്റ്റ് നമുക്കൊരു 15 ml കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കിലാണ് ഇപ്പോൾ നമ്മൾ ഈ അലോവേര ജെൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ അളവ് അനുസരിച്ചിട്ട് നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മരുന്നിൻ്റെ ചെറിയൊരു അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൻ ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾ ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ നമ്മുടെ ക്രീം എന്ത് നമ്മൾ ജെല്ല് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എന്തായാലും നമ്മൾ വേറെ വെളിച്ചെണ്ണയോ അങ്ങനത്തെ വേറെ ഓയിൽസ് ഒന്നും കൊടുക്കാതെ ഇപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സാന്തങ്കമാണ് ഇട്ട് കൊടുക്കുന്നത്. സാന്തങ്കം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രീമൊക്കെ തിക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പല രീതിയിലുള്ള കോസ്മെറ്റിക് ഐറ്റംസിലും കാണുന്നതാണ് ഈ സാന്തങ്കം. സാന്തങ്കം റെഗുലറും ഉണ്ട്, സോഫ്റ്റും ഉണ്ട്. ഇപ്പോൾ റെഗുലർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒട്ടും ക്ലിയർ ആയിരിക്കില്ല, ഒരു ക്ലൗഡി ഫിനിഷ് ആയിരിക്കും, ഒരു തിക്കായിട്ടിരിക്കും, ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് തരത്തില്ല. പക്ഷേ സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും സാന്തങ്കം. അപ്പോൾ റെഗുലറും ഉണ്ട്, സോഫ്റ്റും ഉണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ എടുക്കുക. പിന്നെ കോസ്മെറ്റിക് സാന്തങ്കമും ഉണ്ട്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാന്തങ്കമും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫുഡ് റിലേറ്റഡ് എടുക്കുന്ന സമയത്ത് ഇത്രയും ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ കോസ്മെറ്റിക്കിൻ്റെ തന്നെ നമ്മൾ നോക്കി സാന്തങ്കം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു 15 ml അലോവേര എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ജ്യൂസ് വെച്ച് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് അലോവേരയൊക്കെ ഉള്ള സമയത്ത് നമുക്കിതുപോലെ എക്സ്ട്രാക്റ്റ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലത്തെ ക്ലിയർ അലോവേര ജെൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം, കുറേ സൂക്ഷിച്ച് വെക്കാം. അതെല്ലാം നിങ്ങൾക്ക് മറ്റു രീതിയിലാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൾപ്പെടുത്ത് ജ്യൂസ് ആക്കിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചേർക്കാതെ ജ്യൂസ് ഇട്ടിട്ട് നമുക്ക് ചെയ്താൽ മതി. ജ്യൂസ് ചൂടാക്കിയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനിൽ ഒരു കുറച്ച് 2 ഗ്രാം സാന്തങ്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു 15 ml എക്സ്ട്രാക്റ്റ്, അലോവേര എക്സ്ട്രാക്റ്റ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ DM വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. DM വാട്ടർ നമ്മളൊരു 50 ml ഒരു അലോവേര ജെൽ ഉണ്ടാക്കുന്നതിന് നമ്മളൊരു 30-35 ml ആണ് നമ്മൾ DM വാട്ടർ ഒഴിച്ചു കൊടുക്കണേ. നമ്മളിങ്ങനെയുള്ള ക്രീം, ഷാമ്പൂ, എന്ത് സംഭവം ഉണ്ടാക്കിയാലും കോസ്മെറ്റിക് ഐറ്റംസുകൾ എന്ത് ഉണ്ടാക്കിയാലും നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, DM വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 35 ml DM വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തിടണം. ഇത്തരം സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു അലോവേര ജെല്ല്, നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അലോവേര ജെല്ല് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ജെല്ലിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ പതപ്പിക്കുന്ന പോലെ ഓവറായിട്ട് മിക്സ് ചെയ്താൽ ആ ഒരു പതഞ്ഞ് ആ ഒരു ക്ലിയർ ആയിട്ടെന്നുള്ളത് ഒരു കളറ് മാറി വരും. അപ്പോൾ അതുകൊണ്ട് ഉടച്ച് കൊടുക്കുക, കട്ടകളെല്ലാം ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് ടൈം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ ഇതിന് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഓയിൽസ് നമുക്ക് അലോവേരയുടെ കൊടുക്കാം, ഫ്രാഗ്രൻസ് ഓയിൽ എന്തെങ്കിലും കൊടുക്കാം. അതല്ല നമുക്ക് ഇതിൻ്റെ സ്മെല്ലില്ല, നമുക്ക് കറ്റാർവാഴയുടെ സ്മെല്ല് തന്നെ മതിയെങ്കിൽ അത് മതി. പക്ഷേ നമുക്കൊരു സ്മെല്ലിന് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ഏതെങ്കിലും കൊടുക്കാം. അതായത് നമ്മളിങ്ങനത്തെ ജെല്ലിലൊക്കെ കൊടുക്കുന്ന ഫ്രാഗ്രൻസ് ഓയിൽ മാത്രം കൊടുക്കാൻ നോക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിയുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് സാന്തങ്കം, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാന്തങ്കം യൂസ് ചെയ്യുക. പിന്നെ ഗ്ലിസറിൽ മിക്സ് ചെയ്യുക. ഗ്ലിസറിൻ 2 ഗ്രാമാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ഗ്രാം ഗ്ലിസറിലേക്കാണ് ഞാൻ 2 ഗ്രാമിൻ്റെ
സാൻഡഗം മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ അലോവേര എക്സ്ട്രാക്റ്റ് 15 ml ഒഴിച്ചു കൊടുക്കുക. പിന്നെ DM വാട്ടർ 35 ml. അപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഇതുപോലെ അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ ജെല്ല് മിക്സായിട്ട് കിട്ടും. ഇനി നമ്മുടെ ക്രീംസ് ചീത്തയാവാതിരിക്കാൻ നമ്മൾ ഇതിനകത്തൊരു പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്. പിന്നെ ജെല്ലിന് കട്ടിയില്ല, വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ചേർക്കണമെങ്കിൽ തന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിന് പ്രിസർവേറ്റീവ് ചേർത്തതിന് ശേഷം നമ്മളൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ ജെല്ല് നല്ല തിക്ക് ഫോമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ആദ്യം വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വൈറ്റമിൻ ഇയുടെ ഓയിൽ നല്ലതാണ്, സ്കിൻ നല്ല ഒരു ഡ്രൈനെസ് ഒക്കെ മാറാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ക്രീം കുറച്ച് നാൾ കൂടുതൽ നിൽക്കാനൊക്കെ ഈ നമ്മുടെ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് 1-2 വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കെമിക്കൽ ചേർക്കണമല്ലോ. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യേണ്ട. ഇതിനകത്ത് ഫിനോക്സി എത്തനോൾ എന്ന് പറഞ്ഞ ഒരു പ്രിസർവേറ്റീവാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ക്രീം ചീത്തയാവാതെ നമുക്കിരിക്കും, പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ചേർത്തിട്ടാണ് നമുക്ക് നമ്മുടെ കൈ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്കൊരു ജെൽ ഫോമായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിനോക്സി എത്തനോൾ എന്നുള്ളത് കൊടുക്കുക. ഫിനോക്സി എത്തനോൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് ശേഷം വേറെ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഫിനോക്സി എത്തനോൾ ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 1 ഗ്രാമൊക്കെ മതി, 1 ഗ്രാമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ജെല്ല് നല്ല കട്ടിയായിട്ടും തിക്കായിട്ടൊക്കെ ഇരിക്കും. പിന്നെ നല്ല സ്മെല്ലിന് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്കൊരു ക്രീം റെഡിയാക്കി വെക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് കണ്ടോ, ജെല്ലിൻ്റെ ഒരു പരുവം കണ്ടോ, ഇതുപോലെ നല്ല തിക്ക് ഫോമിൽ നമ്മൾ കടയിൽ നിന്ന് നമുക്ക് മേടിക്കുന്ന നല്ല പ്യുവറായിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറെടുക്കാം. അപ്പോൾ ആരും പുറത്ത് പോയി ഇനി പൈസ കൊടുത്തൊന്നും അലോവേര ജെല്ല് വാങ്ങിക്കേണ്ട. ഇത് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ജെല്ല് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഹെയറിനൊക്കെ നല്ലതാണ്. എന്താണോ നിങ്ങളൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. പിന്നെ അലോവേരയൊക്കെ കൂടുതലുള്ളവർ ഇതുപോലെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി കൂടുതൽ വെക്കുക. എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കണം എൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രാക്റ്റിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സാൻഡഗം 2 ടൈപ്പാണെന്ന് പറഞ്ഞാൽ റെഗുലർ സോഫ്റ്റ് നോക്കി സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് നല്ല ട്രാൻസ്പെറൻറ്റ് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട്, ഫുഡ് ഗ്രേഡും ഉണ്ട്. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക. ഫുഡ് ഗ്രേഡ് ആകുമ്പോൾ അത്രയും കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജ്യൂസ് ഐറ്റംസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ജെല്ലും സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ സോപ്പ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ ക്രീമിൻ്റെ മെറ്റീരിയൽസ്, കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഇവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അയച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ജെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.